അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മനുഷ്യരെ സത്യത്തിൻ്റെയും നീതിയുടെയും വിജയത്തിൻ്റെയും മോക്ഷത്തിൻ്റെയും മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി അള്ളാഹു കാലാകാലങ്ങളിലായി പ്രവാചകന്മാർ മുഖേന കിതാബുകൾ ഇറക്കിയിട്ടുണ്ട്. വിധിവിലക്കുകളും പൂർവിക സമുദായങ്ങളുടെ ചരിത്രങ്ങളും സത്യവിശ്വാസികൾക്കുള്ള സന്തോഷ വാർത്തകളും സത്യനിഷേധികൾക്കുള്ള താക്കീതുകളും എല്ലാം ഉൾക്കൊള്ളുന്ന വേദഗ്രന്ഥങ്ങൾ അള്ളാഹുവിൻ്റെ വചനങ്ങളാണ്. അവയെല്ലാം തന്നെ സത്യസന്ധങ്ങളാകുന്നു. 100 ഏടുകളും 4 വേദങ്ങളുമാണ് അള്ളാഹു ഇറക്കിയതെന്ന് ഹദീസുകളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. ഷീസ് നബി അലൈഹിസ്സലാമിന് 50, ഹസ്രത്ത് ഇദ്രീസ് നബി അലൈഹിസ്സലാമിന് 30, ഹസ്രത്ത് ആദം നബി അലൈഹിസ്സലാമിനും ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമിനും 10 വീതവും ഏടുകളാണ് അള്ളാഹു ഇറക്കിയിരിക്കുന്നത്. കിതാബുകൾ ഇനി പറയുന്നതാണ്. 1. തൗറാത്ത്. മൂസാ നബി അലൈഹിസ്സലാമിന് ഹിബ്രു ഭാഷയിൽ ഇറക്കപ്പെട്ട വേദഗ്രന്ഥമാണ് തൗറാത്ത്. 2. സബൂർ. ദാവൂദ് നബി അലൈഹിസ്സലാമിന് ഗ്രീക്ക് ഭാഷയിൽ ഇറക്കപ്പെട്ട വേദഗ്രന്ഥമാണ് സബൂർ. 3. ഇഞ്ചീൽ. ഈസാ നബി അലൈഹിസ്സലാമിക്ക് സുറിയാനി ഭാഷയിൽ ഇറക്കപ്പെട്ട വേദഗ്രന്ഥമാണ് ഇഞ്ചീൽ. 4. ഖുർആൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറബി ഭാഷയിൽ ഇറക്കപ്പെട്ട വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്തിമ നബിയാണല്ലോ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ട ഖുർആനും അന്തിമ ഗ്രന്ഥമാകുന്നു. ഇനിയൊരു നബിയും ആഗതനാവുകയില്ല എന്നതുകൊണ്ട് തന്നെ ഇനിയൊരു വേദഗ്രന്ഥവും ഇറക്കപ്പെടുകയുമില്ല. വിശുദ്ധ ഖുർആൻ പൂർവ്വവേദങ്ങൾ ഗ്രന്ഥങ്ങളെയെല്ലാം ശരിവെക്കുന്നതും അവയിൽ കാലികമായ മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്നതുമാണ്. പൂർവിക വേദഗ്രന്ഥങ്ങളിൽ അവയുടെ അനുയായികൾ പലപ്പോഴായി മാറ്റത്തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ട്. പല ഭാഗങ്ങളും വിട്ടുകളയുകയും പുതിയതായി പലതും കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അതിനാൽ പൂർവിക വേദഗ്രന്ഥങ്ങളൊന്നും തന്നെ ഇന്ന് യഥാർത്ഥ രൂപത്തിൽ നിലനിൽക്കുന്നില്ല എന്നത് ഒരു വസ്തുത തന്നെയാണ്. വിശുദ്ധ ഖുർആനിൻ്റെ സ്ഥിതി ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. വള്ളിപ്പുള്ളി വ്യത്യാസം കൂടാതെ ഖുർആൻ ഇന്നും നിലനിൽക്കുന്നു. അന്ത്യനാൾ വരെയും അതങ്ങനെ നിലനിൽക്കുകയും ചെയ്യും. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞു, ഇന്നാ നഹ്നു നസ്സൽന സക്കറ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. തീർച്ചയായും ഈ ഉദ്ബോധനത്തെ അഥവാ ഖുർആനിനെ നാം ആണ് ഇറക്കിയത്. നാം തന്നെ അതിനെ കാത്തുരക്ഷിക്കുകയും ചെയ്യും. ഭാഷാപരമായും ആശയപരമായും സാഹിത്യപരമായും അതിവിശിഷ്ടമായ ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിനുള്ള ഒരു തെളിവ് കൂടിയാണത്. മറ്റു വേദഗ്രന്ഥങ്ങളെ അപേക്ഷിച്ച് വിശുദ്ധ ഖുർആനിന് ചില പ്രത്യേകതകളുണ്ട്.